ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെറിയൊരു മധുരം, അത്യാവശ്യം എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഉപയോഗിക്കാനും തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടിപൊളി അച്ചാർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 3 പച്ചമാങ്ങ ഇവിടെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്താണ്. അപ്പോൾ അച്ചാറിലൊക്കെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളിൻ്റെ ഏകദേശം പകുതിയായിട്ട് തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചാണ്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടാകും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നല്ല കട്ടിയിൽ കാച്ചിയെടുത്തിട്ടുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കര പാനിക്ക് പകരം ശർക്കര പൊടിച്ചിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അച്ചാറിലേക്കൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ചേർക്കണം കേട്ടോ, എന്നാലാണ് പാകത്തിനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് തരിതരിയായിട്ട് തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മാങ്ങ കുറച്ചൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം. അതിൽ നിന്ന് കിടന്ന് ഒന്ന് കുക്കായി അതിലേക്ക് ആ മധുരവും എരിവും പുളിയൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. ഇത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. മറ്റുള്ള അച്ചാർ പോലെ കുറച്ച് ദിവസം എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കി അന്ന് മുതൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നന്നായിട്ട് ചൂടാറിയ ശേഷം ഒരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ 2-3 മാസം വരേക്കും ഒരു കേടുമില്ലാതെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ സ്പൂണൊക്കെ ഇടുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ സ്പൂൺ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മളെ മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.